മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ദൈവകൃപയാൽ ദൈവവചനം ഉദ്ഘോഷിക്കുവാനും ദൈവത്തെ പാടി സ്തുതിക്കുവാനും രചിക്കുവാനും എല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്നുള്ള സത്യമാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ സംസാരിക്കുന്നത്. കർത്താവ് എനിക്ക് ഏകിയിട്ടുള്ള അഭിഷേകത്തിൻ്റെ നിറവിൽ നിന്നാണ് ഈ ശുശ്രൂഷകളെല്ലാം ഞാൻ ചെയ്യുന്നത്. രക്ഷകനായ യേശുവിനെ പിന്തുടരുവാനായിട്ട് നമ്മൾ വചനത്തെ മനസ്സിലാക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും വചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അതിന് ഓരോ വ്യക്തികൾക്കും ഓരോരോ ദൗത്യങ്ങളാണ് കർത്താവ് നൽകിയിരിക്കുന്നതെന്നുള്ള സത്യമാണ്. കർത്താവ് എനിക്ക് നൽകിയ ഗാനങ്ങൾ പാടുവാനായിട്ടുള്ള കൃപ ലഭിച്ചതെന്ന് പറയുമ്പോൾ അത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ലഭിച്ച അവസരങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് അത്യന്തം സന്തോഷവും ആനന്ദവും ലഭിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു കാസറ്റ് ദൈവസ്തുതി ഗീതങ്ങളായിട്ട് ഇറക്കിയത് ജീവവചനം എന്ന പേരിലായിരുന്നു. അതിലെ വരികൾ എഴുതുവാനും സംഗീതം നൽകുവാനും എന്നോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരെയും ഞാൻ ഈ സമയം ഓർക്കുന്നു. ജീവവചനത്തിന് ശേഷം നിത്യജീവവചനം എന്നുള്ള CD റിലീസ് ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചായിരുന്നു. അന്ന് ജീവവചനമെന്നും നിത്യജീവവചനമെന്നെല്ലാം പേരുകൾ തന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെയായിരുന്നു എന്നത് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഓരോ വചന ശുശ്രൂഷയിലും ഓരോ ഗാനങ്ങൾ എഴുതുമ്പോഴും അതിന് സംഗീതം നൽകുമ്പോഴും എല്ലാം എൻ്റെ കഴിവല്ലിലല്ല കർത്താവ് എനിക്ക് നൽകുന്ന ദാനങ്ങളാണെന്നുള്ള കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അത് പീഠത്തിന് മുകളിൽ വച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിനോട് ചേർന്നിട്ടുള്ള മക്കളാണ് നമ്മൾ. മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന ഓരോ അവസരവും നമ്മളുടെ ഏത് ജോലി മേഖലയാണെങ്കിലും അവിടെ നിന്ന് തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നാം പരിശ്രമിക്കണം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.